ഹായ്! ഇന്ന് ഞങ്ങൾ ഓഫീസിൽ നിന്ന് വന്ന ഉടനെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. ഇന്ന് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിരിക്കുമായിരുന്നു. അപ്പോൾ അതെൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പപ്പയുടെ ഫാമിലി എല്ലാവരും കൂടി ചേർന്നിട്ടായിരുന്നു ഇങ്ങനൊരു പ്ലാനിങ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഓണത്തിനും ക്രിസ്മസിനും ഇങ്ങനെ ഏതെങ്കിലും ഒരു വീട്ടിൽ ഇങ്ങനെ കൂടാറുള്ളത് പതിവാണ്. പക്ഷേ ഇത്തവണ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓണവും അല്ല ക്രിസ്മസും അല്ല, ബട്ട് വേറൊരു സ്പെഷ്യലുണ്ട്. പപ്പയുടെ ഫാമിലിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പുറത്തോട്ട് ജോബിനായിട്ട് പോകുന്നത്. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി കൂടെ ഉള്ള ഒരു പാർട്ടിയായിരുന്നു ഇതെന്ന് പറയുന്നത്. ഒരു സർപ്രൈസ് പാർട്ടിയായിരുന്നു ഈ ഫാമിലി ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത്. ചേച്ചി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടാവും എന്നുള്ളത്. ചേച്ചീനെ പപ്പ വീട്ടിലോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് വന്നു കയറിയപ്പോഴാണ് ഇത്രയും ആൾക്കാരുണ്ടായിരുന്ന കാര്യം ചേച്ചി അറിഞ്ഞത്. ചേച്ചിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തായിരുന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്മസും ഓണവും അല്ലാതെ ഞങ്ങളിങ്ങനെ കൂടുന്നത് വളരെ ചുരുക്കമാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ച് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരെയും ഇങ്ങനെ ഒരുമിച്ച് കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക്. 22nd ചേച്ചി ഇവിടെ നിന്ന് പോകുന്നത്. ചേച്ചി നേഴ്സാണ്. അപ്പം പുറത്തോട്ട് ജോബ് കിട്ടിയിട്ട് അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഒരു സർപ്രൈസ് പാർട്ടി അറേഞ്ച് ചെയ്തപ്പോൾ ചേച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റൊക്കെ കണ്ട് കരയണോ ചിരിക്കണോ എന്നറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയായിരുന്നു ചേച്ചിയും. ആദ്യമായിട്ട് പുറത്ത് പോകുന്നതിൻ്റെ ഒരാൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോവുകയാണ്. അപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ട് കാണത്തുള്ളൂ എന്നുള്ളൊരു വിഷമം എല്ലാവരുടെ ഫേസിലും ഉണ്ട്. പക്ഷെ എല്ലാവരും നല്ല സന്തോഷത്തോടെ കൂടെ നിന്ന് ചേച്ചിയെ കരയിപ്പിക്കുന്ന എന്നുള്ള രീതിയിൽ. പിന്നെ ഈ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഗേൾസ് എല്ലാവരും അന്ന് ഒതുങ്ങി കൊടുത്തിട്ട് ബോയ്സിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അതിവിടെയും തുടരുകയാണ്. പയ്യന്മാരെല്ലാം നമ്മുടെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ബിരിയാണി ആയിരുന്നു നമ്മൾ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിരിയാണി ചിക്കനും ബിരിയാണിയും പപ്പടവും ഒക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.